ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ശരിക്കും ഇന്നലെ രാവിലത്തെ വിശേഷങ്ങളാണ്. ഇന്നലെ ഇപ്പോൾ കർക്കിടക സംക്രാന്തിയുടെ വൃത്തിയാക്കലൊക്കെ കാരണം വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും നേരം കിട്ടിയില്ല. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതിനൊക്കെ സമയം കിട്ടിയത്. ഇന്നലെ മീൻ കൊടുന്നതിൽ ചെമ്മീനും ഉണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് ഇന്ന് രാവിലെ ചെമ്മീൻ ബിരിയാണി പോലെ ആക്കിയിട്ട് കൊടുക്കുക ചെയ്ത് ലഞ്ചിന്. അപ്പോൾ ഞങ്ങൾ ചോറ് വെക്കാനൊക്കെ ഒന്ന് ലേറ്റായി. മീൻകറി വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇന്നലെ ഏട്ടൻ മത്തിയും നത്തളും ചെമ്മീനുമാണ് കൊടുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ എല്ലാം നേരെയാക്കി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാനതെടുത്ത് പുറത്ത് വെച്ചു തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നത്തൽ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഏട്ടൻ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തേങ്ങയൊക്കെ പൊളിച്ച് തന്നു. അപ്പോൾ ഞാൻ വേഗം അത് ചിരവിയിട്ട് 2 ഉള്ളിയും ഇഞ്ചിയുടെ ഒരു കഷ്ണവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടിയിട്ടിട്ട് നല്ലോണം അരച്ചെടുത്തു. ചട്ടി ഒന്ന് കഴുകിയെടുത്തിട്ട് അതിലേക്ക് അരപ്പൊഴിച്ചു. അതിലേക്ക് ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളിയാണ്, ഒരു തക്കാളി ഇട്ടു. കുടംപുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് തക്കാളി ഇട്ടത്. തക്കാളി 2 പച്ചമുളകാണ് ഇട്ടത്. പച്ചമുളകല്ല, ഉണ്ടമുളകാണ്. പക്ഷേ ഉണ്ടമുളകാന്ന് പേരേ ഉള്ളൂ, അതിന് ഒട്ടും എരിവില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം കുടപ്പുള്ളിയിൽ കണ്ടിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു നല്ല എരിവുണ്ട്, മാത്രമല്ല മൂത്ത മുളകാണ്. ഞാൻ അതിൻ്റെ വിത്ത് പാകാന്ന് വെച്ചിട്ട് മൂത്ത മുളക് നോക്കി തരാൻ പറഞ്ഞതാണ്. അപ്പോൾ അയാൾ വയലറ്റ് മുളകാണ് മൂത്തത്. വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഏറ്റവും കിളുന്തായിട്ടുള്ള വിത്തുള്ളത്. അത് മുളയ്ക്കുമെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല, അറിയില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു, കറിവേപ്പില ഇട്ട് ഇളക്കി അടുപ്പത്ത് വെച്ചു. ഇന്ന് ചുക്കുവെള്ളം വെക്കാൻ വേണ്ടി അടുപ്പ് കത്തിച്ചുകൊണ്ട് അതിലേക്ക് വെക്കേണ്ടായത്. എളുപ്പം വേഗം ആവുകയും ചെയ്യും. അപ്പോൾ അത് കൈയോടെ അങ്ങനെ അടുപ്പത്തേക്ക് വെച്ചു. മീൻ വറക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തു. മീനിൽ ഓൾറെഡി ഇന്നലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാലത്ത് ചെമ്മീൻ വറുത്ത എണ്ണ ബാക്കിയുണ്ടായിരുന്നു, അതിലേക്ക് തന്നെ മീനും ഇട്ട് കൊടുത്തു വറക്കാൻ വെച്ചു. കറിവേപ്പില തീർന്നിരിക്കുകയായിരുന്നു. എന്നാൽ പിന്നെ അത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഗ്യാസിൻ്റെ തീ കുറച്ചിട്ട് ഞാൻ വേഗം കറിവേപ്പില പൊട്ടിക്കാൻ പോയി. പഴയ വീടിൻ്റെ തറവാട് വീടാണത്. തറവാട് വീടിൻ്റെ ഫ്രണ്ടിലാണ് കറിവേപ്പിൻ്റെ ഉള്ളത്. അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ പുതിയ ഇല വന്നിരിക്കുന്നത് അവിടെയാണ്. നല്ല ഇല വന്നിരിക്കുന്നത്, മറ്റേയൊക്കെ പുഴുക്കേട് വന്നിട്ടേ. അപ്പോൾ അത് പൊട്ടിക്കാൻ പോയി. ഇന്നലെ ഞങ്ങൾ ഇവിടെയൊക്കെ വൃത്തിയാക്കലായിരുന്നു. തോടിപ്പണിക്ക് ആളെ നോക്കിയിട്ട് ആരും കിട്ടുന്നുണ്ടായില്ല ഒന്നാമത്. സത്യം പറഞ്ഞാൽ എല്ലാവരും ഈ വൃത്തിയാക്കാൻ ഈ സമയമാകുമ്പോൾ എല്ലാവർക്കും തിരക്കല്ലേ. അപ്പോൾ ഞാൻ പുല്ല് വെട്ടുന്ന ആൾക്കാരെ വിളിച്ചു. അപ്പോൾ അവർക്കാണെങ്കിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ വെട്ടാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ലാഭമില്ല എന്ന് പറഞ്ഞിട്ട് അവരും വന്നില്ല. അപ്പം ഞാൻ തന്നെ കുറേയൊക്കെ വൃത്തിയാക്കി. വലിയ കാര്യമായിട്ട് വൃത്തിയായൊന്നും ഇല്ലെങ്കിലും പറ്റാവുന്ന പോലെ, എന്താ പറയുക, മണ്ണാർക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞ പോലെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനും ചെയ്തു. ഇത് ഞങ്ങളുടെ തറവാട് വീടാണ്. അപ്പോൾ ഇന്നലെ ആ വൃത്തിയാക്കണതിൻ്റെ ഇടയിൽ ചെമ്പരത്തിയുടെ കമ്പ് ഉണങ്ങിയത് ഒടിച്ചിട്ടതായിരുന്നു. അതും കൂടി എടുത്തിട്ട് പോന്നു അടുപ്പിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. നല്ല ഉണങ്ങിയതാണ്. കറിവേപ്പിൻ്റെ ഇല ഞാൻ ഒടിക്കുമ്പോൾ കുറച്ച് കൂടുതലെടുക്കും. അപ്പോൾ പിന്നെ നമുക്ക് വൃത്തിയാക്കി കഴുകിയിട്ട് ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങോട്ട് ഓടണ്ടല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ പോയി വന്നപ്പോൾ ഞാൻ വേഗം സിമ്മിലാക്കിയ തീ കൂട്ടി വെച്ചു, പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ അരപ്പ് നല്ലോണം തിളച്ചു. അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തു. അതൊന്ന് ഇളക്കി അടച്ച് വെച്ച് ഞാൻ വേഗം 2 കറിവേപ്പിലയുടെ 2 തണ്ട് എടുത്തിട്ട് കഴുകി വറക്കണ മീനിലേക്ക് ഇട്ടു. മീനൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ മറിച്ചൊക്കെ ഇട്ടു. ഇവിടെ നത്തൽ മീനാകുമ്പോൾ നല്ല മുരിഞ്ഞ് കിട്ടണം, നല്ല കറുമുറയായിട്ട് കഴിക്കാനാണ് ഇഷ്ടം. എനിക്കും ഭയങ്കര ഇഷ്ടം നത്തൽ മീൻ. അപ്പോൾ അങ്ങനെ ആക്കി. പിന്നെ അത് പാകമായപ്പോൾ അത് പാനിൽ നിന്ന് മാറ്റാനായിരിക്കണോ ഏകദേശം. അപ്പം അതിൻ്റെ ഇടയിൽ കറിവേപ്പിലയൊക്കെ ഞാൻ നേരെയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു കഴുകിയിട്ട്. മീൻ കറി ആണെങ്കിൽ അത് ആയിരിക്കണം. അപ്പം എന്നാൽ അതിലേക്ക് കുറച്ച് ഉള്ളി മൂപ്പിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഉള്ളി നേരെയാക്കാൻ പോയി. ഉള്ളി നേരെയാക്കി അപ്പോഴേക്കും നമ്മുടെ മീനൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വേഗം മാറ്റി പാത്രത്തിൽ നിന്ന് ആ പാനിൽ തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഉള്ളി അരിഞ്ഞ് അത് വേഗം മൂപ്പിച്ച് അതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ താളിച്ചത്. കറി പാകമായപ്പോൾ അത് അടുപ്പത്തു നിന്ന് എടുത്തു. ആ അടുപ്പിലേക്ക് തന്നെ ചുക്കുവെള്ളത്തിനുള്ള വെള്ളം വെച്ച് കൊടുത്തു. 2 വിറവും കൂടി വെച്ച് കൊടുത്തു അടുപ്പിലേക്ക്.
കഴിഞ്ഞിട്ട് ഏട്ടനിപ്പോൾ വർക്കിന് പോകാനുള്ളതാണ്. അപ്പോൾ വേഗം ചോറ് കൊണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അത് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ചോറൊക്കെ വിളമ്പി. എന്തായാലും ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, കുട്ടി ക്ലാസ്സിൽ പോയിരിക്കുകയല്ലേ. അപ്പോൾ വേഗം എന്നാൽ പിന്നെ ചോറുണ്ടാന്ന് വിചാരിച്ചു. നല്ല ചൂടുണ്ട് ചോറിന്, കൂട്ടാനും എല്ലാം ചൂടാണ്. അപ്പോൾ പതുക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഫാനൊക്കെ ഇട്ടിട്ട് ചൂട് അവിടെ പുറത്ത് തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം ചോറും മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഊണൊക്കെ കഴിച്ചു. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.